മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ നൽകിയ പരാതികളുടെ ഫയലുകൾ നഷ്ടപ്പെട്ടതായി ആക്ഷേപം. പാറമടയ്ക്കെതിരെ മുൻ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്ന പരാതികളുടെ ഫയലുകൾ നഷ്ടപ്പെട്ടുവെന്നാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത്. പാറമട ലോബികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന സ്വാധീനത്തിന്റെ ഫലമായാണ് ഫയലുകൾ നഷ്ടമായിരിക്കുന്നതെന്നാണ് പരാതി. പെരുമ്പാവൂർ സ്വദേശി തോമസ് ജോർജാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പെരുമ്പാവൂർ മേഖലയിൽ അനധികൃതമായി പ്രവർത്തനം നടത്തുന്ന പാറമടകൾക്കെതിരെ തോമസ് കെ ജോർജ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഗവർണർ ഈ പരാതി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിന് കൈമാറി. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത്. പിന്നീട് പാറമടകളെക്കുറിച്ച് അന്വേഷണം നടക്കാതായതോടെ ഫയലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ തോമസ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും നൽകിയ മറുപടി ഞെട്ടിക്കുന്നതാണ്. മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതി സംബന്ധിച്ച വിവരങ്ങൾ നിലവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭ്യമല്ല എന്നായിരുന്നു മറുപടി. പുതിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടിയ മറുപടിയിൽ ഈ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന അങ്ങനത്തെ യാതൊരു ഫയലുകളും അല്ലെങ്കിൽ അതുപോലത്തെ ഒരു രേഖകളും ഈ പുതിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടില്ല, ലഭ്യമല്ല എന്ന മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്. പാറമട ലോബിയുടെ ഇടപെടലാകാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫയലുകൾ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് സംശയം. അനധികൃതമായി പ്രവർത്തനം നടത്തുന്ന പാറമടകൾക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് തോമസ് കെ ജോർജ്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.